ഫാമിലുള്ള ചെണ്ടുമല്ലി തോട്ടത്തിലാണുള്ളത്. ഇതാണ്ടില്ല, കളകളൊക്കെ ചെത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കുറച്ച് ദിവസം മുന്നേ ചെണ്ടുമല്ലി പറിക്കുന്നതിൻ്റെയൊക്കെ വീഡിയോ ചെയ്തിരുന്നു. അപ്പോഴൊക്കെ നിറച്ച് കളകളായിരുന്നു. ഇപ്പം നമ്മളെ തോട്ടം നോക്ക്, ഇന്നത്തോടു കൂടെ നമ്മളെ കളകളൊക്കെ ചെത്തി കഴിയും. കണ്ടില്ല, നല്ല വൃത്തിയായിട്ടുണ്ട്. അങ്ങോട്ട് കാണിച്ചു കൊടുക്കുക. ഇപ്പം ചെടികൾ നമ്മളെ ചെണ്ടുമല്ലി ചെടികൾ മാത്രമേ ഉള്ളൂ. അത് നല്ല മറ്റേ ഇതിനിടയ്ക്കൊക്കെ കളകളായിട്ട് അത്ര ഭംഗിയില്ലായിരുന്നു. അപ്പോൾ എല്ലാം ചെത്തിയിട്ട് നമ്മൾ ഇതുപോലെ ചാലിൽ വെച്ച് കൊടുക്കട്ടെ ചെയ്തിട്ടുള്ളത്. ചെത്തി നമ്മൾ വാരി ഒഴിവാക്കിയിട്ടില്ല. അപ്പം നല്ല വെയിലുള്ളതുകൊണ്ട് അതൊക്കെ കരിഞ്ഞു പോകുന്നുണ്ട്. പിന്നെ ഏകദേശം അതിന്റെ പണികൾ തീർന്നു കിട്ടും. ഇപ്പൊ 3 ദിവസമായിട്ട് നമ്മൾ മറ്റു പണികൾക്ക് ഇടയിൽ വന്നിട്ടാണ് ചെണ്ടുമല്ലിയുടെ ഇതുപോലെ കളകളൊക്കെ ഒഴിവാക്കിയിട്ടുള്ളത്. ഇങ്ങനെ വന്ന സമയത്ത് എന്താ ഭംഗിയൊക്കെ നമ്മളെ പൂക്കളൊക്കെ കാണിച്ചു കൊടുക്കും. ഇപ്പൊ ഇങ്ങനെ ചെടി മാത്രം എടുത്ത് കാണിക്കുന്നുണ്ട് കേട്ടോ. മറ്റേ കളയും കൂടെ വന്നപ്പോൾ അത്ര ഭംഗിയില്ലായിരുന്നു. നമ്മൾ ശ്രീകൃഷ്ണ ജയന്തിക്കൊക്കെ പറിച്ച സമയത്ത് ചെണ്ടുമല്ലിയുടെ അങ്ങനെ പറിക്കുന്നതും അത്യാവശ്യം നമ്മൾ ഈ തോട്ടത്തിന്റെ കാര്യങ്ങളൊക്കെ കാണിച്ചിരുന്നു. അന്നത്തേലൊക്കെ നല്ല ഭംഗി. ഇതാ മഞ്ഞൊക്കെ ഇരിഞ്ഞിരിക്കും നോക്കി, നല്ല സെറ്റായിട്ടുണ്ട്. ഇപ്പൊ രാവിലെ ഇങ്ങനെ വന്ന സമയത്ത് തോട്ടത്തില് പണി, രാവിലെ പശുവിന്റെ പരിപാടികളൊക്കെ കഴിഞ്ഞ് കുറച്ച് സമയം പണിയെടുത്തു. ആ സമയത്ത് ഞാൻ ഇനി നമുക്ക് പൂക്കൾ കാണിച്ചു തരാം. നമുക്ക് വീഡിയോ എടുക്കാവുന്ന സംഭവം കാണിച്ചു തരാം. ഇപ്പൊ രാവിലെ പണിക്ക് ഇങ്ങനെ വന്ന് കുറച്ച് ഇങ്ങനെ ചെത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇതാ അതിന്റെ തൊട്ടടുത്തായിട്ട് അരിക്കൂൺ ഉണ്ടായിരുന്നു. കുറച്ച് മൊട്ടായിട്ടുള്ള അരിക്കൂണായിരുന്നു. ഇപ്പൊ ഞാൻ ഉച്ചയ്ക്ക് ശേഷം നമ്മൾ ഡയറി ഫാമിൽ കുറച്ച് പണികളൊക്കെ തീർത്ത് വീണ്ടും വന്നതാ. പിന്നെ എന്ത് ചെയ്യാം, നമുക്ക് പറിച്ചെടുക്കാം. ആ കൂണുകളെ കാണിച്ചു കൊടുക്കുക. അപ്പൊ കൂൺ പറിക്കാനായിട്ട് ഇതാ ഒരാളെത്തിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇപ്പം രണ്ടാമത് വന്നപ്പോ ബിയമോളെയും കൂട്ടിയാൽ ഹായ് പറയും. ബിയമോൾ ഇതാ കത്തിയൊക്കെ എടുത്ത്, ബിയമോളും റിച്ചും ഉണ്ട് കേട്ടോ. റിച്ചുവിന് ക്ലാസ് ഉച്ച വരെ ഉള്ളൂ. റിച്ചും വന്നിട്ടുണ്ട്. ഇവര് കത്തിയൊക്കെ എടുത്ത് ഇവിടെ തന്നെ ക്ലീൻ ചെയ്ത് പറിക്കതാ. ആദ്യം അരിക്കൂണ് കാണിച്ചെടുക്കതാ. ഇങ്ങോട്ട് നോക്ക്, നമ്മളെ ക്ലറിയുടെ പൈപ്പ് പോണേലൊക്കെ ചുറ്റും ഉണ്ടായിട്ടുണ്ട്. രാവിലെ മുട്ടയാണ് ഇട്ട്, ഇപ്പൊ നല്ല വിരിഞ്ഞ് വരുന്നുണ്ട്. ഇനി ഓവർ വിരിഞ്ഞത് പറിക്കാനും പറ്റില്ല. ഉച്ചയ്ക്ക് ശേഷമൊക്കെ മഴ ഉണ്ടാവണ്ട. മഴ പെയ്താൽ ചിലപ്പം പെട്ടെന്ന് വിരിഞ്ഞ് നാശം. അങ്ങനെ മഴ പെയ്തിട്ടില്ല, മഴക്കാറൊക്കെ ഉണ്ട്. എങ്ങോട്ടൊക്കെ നല്ല ഉണ്ട്. നോക്ക്, ഒരു കാപ്പിച്ചെടിയുടെ അടിയിലുണ്ടായത്. രാവിലെ ഇങ്ങനെ ചെത്തുമ്പോഴേ അവിടെ നിന്ന് നോക്കുമ്പോൾ ഒരു വെള്ള സാധനം കണ്ട. അപ്പോൾ ഒന്ന് നോക്കുമ്പോൾ നിറച്ച് മുട്ട. പിന്നെ അപ്പം അത് പറിക്കാൻ നിന്നാൽ പണികൾ അവിടെ ബെൻഡിങ് ആവും. അപ്പോൾ രാവിലത്തെ ഞാൻ പറയില്ലേ, പശുക്കളൊക്കെ പരിപാടി കഴിഞ്ഞൊരു ഗ്യാപ്പ് കിട്ടിയ സമയത്താണ് കുറച്ച് ചെത്താൻ പറ്റുക. പിന്നെ ഇപ്പം ഇനി എന്ത് ചെയ്തു, അവരെ അടുത്ത പണി കറവേൻ്റെ സമയം ആയിട്ടില്ല. കറവാകുന്നതിന് മുന്നേ അവർക്ക് തീറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് രണ്ടാമത് കുറച്ചുകൂടെ ചെത്താനായിട്ട് വന്നു. അപ്പം ഇന്ന് ചെത്തി തീരും അത്. അപ്പം അതിൻ്റെ ഇടയ്ക്കാണ് ഇതാ കൂണ് കണ്ട്. ഇങ്ങനെ നോക്കി, ഇതൊക്കെ രാവിലെ മുട്ടയുണ്ട്. അതെങ്ങനത്തെ മുട്ടയുണ്ട് രാവിലെ, എന്ത് പെട്ടെന്ന് വിരിയും നോക്കി. കുറച്ച് അങ്ങോട്ട് കൂടുതലില്ല കേട്ടോ. അതാ ഈ ഒരു ഏരിയയും കൂടെ ഉള്ളൂ. എന്നാലും ഇങ്ങനെ നല്ല ഇവിടെ ഈ അയിനിപ്ലാവിൻ്റെ ഇല വീണിട്ടുണ്ട്. അയിനിപ്ലാവിൻ്റെ കാപ്പിയുടെ ഇലേൻ്റെ ഇടക്കായിട്ടാണ് ഇതൊക്കെ ഉള്ളത്. ഇവിടെ ഉണ്ട്. ഇങ്ങനെ കാണുമ്പോൾ കുറച്ച് രാവിലെ കണ്ടതിൽ ഇപ്പോൾ കൂടുതൽ ഇങ്ങനെ കാണുന്നുണ്ട്. വിരിഞ്ഞ് വന്നപ്പോൾ പിന്നെ ഒരു തലയ്ക്ക് ഇവിടെ തന്നെ ക്ലീൻ ചെയ്ത് പോകട്ടോ. ഇവിടെ വീടിൻ്റെ അടുത്ത് തന്നെ ആയതുകൊണ്ടും നമ്മുടെ തോട്ടത്തിലായതുകൊണ്ട് ഇനി ഇങ്ങനെ അടർത്തി കൊണ്ടുപോകണ്ട. അപ്പോൾ ഇനി ഏതാ പറിക്കേണ്ടത്, നല്ല കൂടെ ഉണ്ട്. അങ്ങനെ തന്നെ ഉള്ളതാ. ഇങ്ങനെ എടുത്തിട്ടതാ ഇവിടെ തന്നെ ക്ലിയർ ആക്കി ഇങ്ങനെ പറിച്ചു പോകാം. കുറച്ച് സമയം എടുക്കും. അപ്പം വെച്ചോ, തുടങ്ങിക്കോ ഇങ്ങനെ നോക്കിക്കല്ലേ. കത്തി എടുത്തിട്ടേ ഒരു ഭാഗത്തുനിന്ന് പറിച്ചോ. അപ്പം എന്നാൽ എല്ലാവർക്കും പറിച്ചോ. അത് അവിടെ നിന്ന് പറിക്കുന്നത് നമ്മുടെ സെൻറ്ററിൽ വെച്ച് കൊടുക്കട്ടെ. നമ്മൾ മോറം കൂടെ സെൻറ്ററിൽ വെച്ച് കൊടുക്കുക. കുറച്ച് എടുക്കുക കേട്ടോ, അല്ലെങ്കിൽ ക്ലീൻ ചെയ്യാൻ ബുദ്ധിമുട്ടാവും. ഇപ്പം മഴ ഇല്ലാത്തതുകൊണ്ട് കുറച്ച് എളുപ്പമാണ് ക്ലീൻ ചെയ്യാൻ. നനവൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല ഡ്രൈ ആയി നിൽക്കുന്നതുകൊണ്ട് പ്രാവശ്യം എന്തായാലും കൂനിൻ്റെ ചാകര എന്നൊക്കെ മുന്നത്തെ ഒരു വീഡിയോയിൽ പറ്റിയിരുന്നു. കൂനിൻ്റെ ചാകര തന്നെ അത്രയും കൂനുണ്ട്. ഞങ്ങൾക്ക് മാത്രമൊന്നുമില്ല, ഇവിടെ എല്ലാവർക്കും പ്രാവശ്യം കൂൺ കിട്ടുന്നുണ്ട് കേട്ടോ. അരിക്കൂണാണ് കൂടുതൽ. വെള്ളക്കൂണും മാങ്കൂണൊക്കെ ഉണ്ടായാലും കൂടുതൽ പ്രാവശ്യം അരിക്കൂണാണ്. മുട്ട ആകുമ്പോൾ കാലിന് കുറച്ചുകൂടെ ഹൈറ്റ് ഉണ്ടാവും. വിരിയുന്നതനുസരിച്ച് ഹൈറ്റ് കുറഞ്ഞു വരും കേട്ടോ. എന്നാലും ഇത് കുറച്ച് ഹൈറ്റ് ഉണ്ട്. കുറച്ച് തണുപ്പത്തായതുകൊണ്ട് ഹൈറ്റ് ഉണ്ട്. 2 ദിവസം മുന്നേ കറുത്തരിക്കൂൺ ഉണ്ടായിരുന്നു, അതുപോലെ വെള്ളക്കൂൻ ഉണ്ടായിരുന്നു കേട്ടോ. വെള്ളക്കൂന് ലാസ്റ്റ് വെച്ച്, അതായത് കന്നി 1 വെള്ളക്കൂൻ ഉണ്ടായിരുന്നു. കന്നി മാസത്തിലൊന്നും വെള്ളക്കൂൻ അങ്ങനെ ഉണ്ടാവില്ല. നമ്മൾ അങ്ങനെ കർക്കിടക മാസത്തിലാണ് അധികം വെള്ളക്കൂൻ ഉണ്ടായത്. എന്നാൽ ഇപ്രാവശ്യം എല്ലാം കാലം തെറ്റിയിട്ടാണ് ഉണ്ടാകുന്നത്. പക്ഷെ വെള്ളക്കൂന് കുറച്ച് കിട്ടി. വീഡിയോ എടുക്കാനും പറ്റിയില്ല. കുരങ്ങൾ മുഴുവൻ പിച്ച് ചീന്തി, അതിൽ കുറച്ച് മാത്രം നമുക്ക് കിട്ടി. ഇങ്ങനെ പറിക്കണം. കൊതുവിന്റെ കടി കൊള്ളും, എന്നാലും അത്ര കൊതു ഇല്ലല്ലേ. ബിയമളെ കൊതു അടിക്കണ്ടോ? ഓൾക്ക് തന്നെ കത്തി വേണം എന്നിട്ട് കത്തി കിടന്നത് കൈ മുറിക്കരുത് കേട്ടോ. ഇതിപ്പോ ചെയ്യാൻ ഇങ്ങനെ അടർത്തി തന്നാൽ മതി. ഇപ്പം ഫ്രഷ് ആയിട്ട് പറിച്ചു പോയാലേ പിന്നെ പണിയൊന്നും ഉണ്ടാവില്ല. ഉമ്മ ഇല്ല, ഉമ്മ ഹോസ്പിറ്റലിൽ പോയതാണ്. ഉമ്മ ഉണ്ടെങ്കിൽ ഉമ്മ പെട്ടെന്ന് പറിക്കും. അതുകൊണ്ട് ഇപ്പൊ റിച്ചുവിനെ കിട്ടിയിട്ടുണ്ട്. പിന്നെ കുഞ്ഞോള് വീഡിയോ എടുത്തു തരാണ്, നമുക്ക് പറിക്കാനില്ല. അപ്പൊ അങ്ങോട്ട് നല്ല വിരിഞ്ഞതൊക്കെ ഉണ്ട്. അപ്പം വേഗം ഇനി പറിക്കാം. കൂണിപ്പം ഇനിയും കിട്ടും തോന്നുന്നു. എന്താ വെച്ചാൽ ഇനിയും അരിക്കൂൺ ഉണ്ടാകുന്ന സ്ഥലങ്ങളുണ്ട്. പക്ഷെ ഉണ്ടായിടത്തൊക്കെ അരിക്കൂൺ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമ്മളെ ഒരു കറുത്തരിക്കൂൺ ഉണ്ടായിട്ടുണ്ട്. 2 ദിവസം മുന്നേ കറുത്തരിക്കൂൺ കുറച്ച് കിട്ടി. അത് ഞങ്ങൾ എല്ലാവരും കൂടി പറിച്ചിട്ട് നമ്മളെ അയൽവാസികളൊക്കെ കൂടി കണ്ടിരുന്നത്, ഞങ്ങൾ മാത്രമല്ല. അതുകൊണ്ട് വീഡിയോ എടുത്തില്ല. അവർക്കൊക്കെ വീഡിയോയിൽ വരാൻ മടിയായതുകൊണ്ട് എല്ലാവരും കൂടി ഞങ്ങളും കുറച്ച് ബാക്കിയൊക്കെ അവരെടുത്തു. അത് നമ്മളെ പോളിയാൽറ്റിയന്മാരൊക്കെ നട്ട് നമ്മളെ ഫാമിലിക്ക് വരുന്ന ഫ്രണ്ട് തന്നെ ഒക്കെ നമ്മളെ തോട്ടത്തിൽ ഉണ്ടായിട്ടുള്ള, പുറത്തൊന്നുമല്ല. പക്ഷെ കൂണിന് ഒരു ഇതുണ്ട്, ആർക്കും എവിടെ കണ്ടാലും പറിക്കട്ടെ. കൂണ് പറിച്ച് വെച്ചാൽ ഒരാൾ പേര് കേസ് കൊടുക്കാനില്ല.
ആരെ തോട്ടത്തിൽ നമുക്ക് കയറി പറിക്കാൻ പറ്റിയ സാധനം ധൈര്യത്തിൽ പറിക്കാൻ പറ്റും. നമ്മൾ കട്ടെടുക്കൊന്നുമില്ലല്ലോ, ധൈര്യത്തിൽ പറിക്കാൻ പറ്റിയ സാധനം കൂണ. അതുകൊണ്ട് കൂണ് നമ്മുടെ തോട്ടത്തിൽ നിന്ന് ആര് പറിച്ചാലും നമുക്കൊന്നും പറയാനും പറ്റില്ല. കാണുന്നവർ പറിക്കുക. പിന്നെ അവിടെ വെച്ച് കഴിഞ്ഞാൽ കൂണൊന്നും കിട്ടൂല. വെച്ചൊക്കെ വലിയ ഒന്നായിട്ട് ഇങ്ങനെ അടർത്തി എടുക്കുകയാണ്. അത് കറക്റ്റ് ചെയ്താൽ കറക്റ്റ് എല്ലാം ഇങ്ങനെ വെച്ചിട്ട് അടിയിൽ നിന്ന് കത്തി മേലേക്ക് ആക്കി. അപ്പോൾ എളുപ്പമാണ്. ആ മുറി അറിയില്ല, ഇത് കാണിച്ചു തരാം. ഇങ്ങനെ പിടിക്കൂ, ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ആക്കി കത്തി അടിയിൽ നിന്ന് മേലോട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ കറക്റ്റ് കിട്ടും. ഇപ്പോൾ റിച്ചു വീഡിയോ എടുത്ത് കുഞ്ഞോള് പറിച്ച് ക്ലീൻ ചെയ്യൽ തുടങ്ങി കേട്ടോ. എന്താ വെച്ചാൽ റിച്ചുവിന് മടുത്ത് കുറച്ച് നേരം ഇരുന്നപ്പോൾ കൊതുകിൻ്റെ അടിയപ്പോൾ റിച്ചു പറഞ്ഞു ഞാൻ വീഡിയോ എടുക്കാനതാ. എന്താ കുഞ്ഞോള് എടുക്കുന്നുണ്ടില്ല, നല്ല സെറ്റ് ആയിട്ടുണ്ട്. മുറ അങ്ങോട്ട് വെച്ച് കൊടുക്കില്ല, ഉമ്മച്ചിക്ക് വെച്ച് കൊടുക്ക്, അങ്ങോട്ട് വെച്ച് കൊടുക്കും കേട്ടോ. ഇല്ല, ഞാൻ പറിക്കുന്ന സ്ഥലം കാണിച്ചു തരാം. അങ്ങോട്ട് നോക്കും. അതൊക്കെ ഒരു ഗ്രീൻ നെറ്റ് ആട്ടോ, നമ്മൾ ഷെയ്ഡ് നെറ്റ് കെട്ടിയതാണ്. പൊന്തിച്ചു തരാം. നോക്ക്, ഷെയ്ഡ് നെറ്റിൻ്റെ ഉള്ളിലൊക്കെ ഇങ്ങനെ എടുക്കുക. എന്താ സംഭവം സാധനം നോക്ക്. എന്നിട്ട് ക്ലീൻ ചെയ്താലും കുറച്ചൊക്കെ ഉണ്ടാവും. പിന്നെ വീട്ടിൽ ചെന്നിട്ട് റെഡി ആക്കണം കേട്ടോ. ഫുള്ളായിട്ട് നല്ല ക്ലീൻ ചെയ്ത് ഇവിടെ നിന്നാലേ ടൈമും പോവും, കൊതുകൊക്കെ കടിക്കും. കൊതുവിൻ്റെ കടി ഇപ്പം കുറച്ച് കുറവാണ്. ഇനി കുറച്ച് ഇങ്ങനെ തുടങ്ങും. വൈകുന്നേരം അതിനനുസരിച്ച് കൊതുക് ഇങ്ങനെ വരും. പിന്നെ രാവിലെ നല്ല മുട്ടയെന്ന് ഞാൻ പറഞ്ഞല്ലോ, പറിക്കാൻ നിന്നാൽ ടൈം ഇങ്ങനെ പോവും. അപ്പം നമ്മളെ പണികൾ നടക്കൂല. അതുകൊണ്ടാണ് മുറ ഇങ്ങോട്ട് വെച്ച് കൊടുക്കുക. ഇങ്ങോട്ട് വെക്ക് കേട്ടോ. കുഞ്ഞോളെടുത്തേലൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെ ചെറിയ മുട്ടുകളുണ്ട്. ഇതൊക്കെ അങ്ങനെ ആയിരുന്നു കേട്ടോ. ഇന്ന് ഒരു ദിവസം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇത് കേടും വരും. ഓവർ വിരിഞ്ഞാലും പറിക്കാൻ ബുദ്ധിമുട്ടാട്ടോ. കുറച്ച് മൊട്ട് രൂപത്തിലും ഇതുപോലൊക്കെ നിൽക്കുന്നതാണ് നമുക്ക് പറിക്കാൻ എളുപ്പം. നല്ല വിരിഞ്ഞു കഴിഞ്ഞാലും ബുദ്ധിമുട്ടാവും. എല്ലാവർക്കും ഈ സമയത്ത് തോട്ടത്തിലൂടെ നടന്നാലൊക്കെ കിട്ടും കേട്ടോ. എന്താ പറയുക, വെയിലും മഴയും ഇങ്ങനെ വരുമ്പോഴാണ് കേട്ടോ. കാണിച്ചത് എന്താ സംഭവം രസം. വെള്ളരിക്കൂണ് നല്ല ടേസ്റ്റ് കേട്ടോ. വെള്ളരിക്കൂണൊക്കെ വെച്ച വെള്ളരിക്കൂണെന്നല്ല, അരിക്കൂണ് മറ്റേ കൂണക്കാട്ടി ടേസ്റ്റ് കൂടുതലാണ്. പ്രത്യേക രുചിയാണ്. അതിനനുസരിച്ച് ഞാൻ പറഞ്ഞല്ലോ റിസ്ക്കും ഉണ്ട് പറിച്ചെടുക്കാനൊക്കെ ആയിട്ട്. മഴ നല്ല ഇരുണ്ട് വരുന്നുണ്ട്. ഇപ്പം ഇന്നലെയൊക്കെ ഉച്ച കഴിഞ്ഞാൽ മഴ പെയ്യലുണ്ട്. ഭാഗ്യത്തിന് പെയ്തിട്ടില്ല. മഴ ഇങ്ങോട്ട് പെയ്താലേ ഇവിടെ നോക്കടാ, മുട്ട് കുറച്ച് വലുപ്പമുള്ള ടൈപ്പ് മുട്ട്. ഇതൊന്നും രാവിലെ പിന്നെ ഞാൻ അങ്ങനെ നോക്കിയിട്ടില്ല. പറിച്ചു വരുമ്പോഴാട്ടോ ഇതൊക്കെ കാണുന്നത്. നോക്ക് മുട്ടുണ്ടായത്. ഇങ്ങനെ ഒരു കാപ്പിൻ്റെ ഇലയും ഒട്ടിപ്പിടിച്ചിട്ടുണ്ട്. കുറച്ച് എടുത്ത് നന്നാക്കുക. ഞാൻ എടുത്തപ്പോൾ കുറച്ച് കൂടുതലായിട്ടുണ്ടായിരുന്നു. കുറേ ആൾക്കിപ്പോൾ കഴിഞ്ഞ ആഴ്ചയൊക്കെ ഇതുണ്ടായി. പിന്നെ ഒന്ന് ഗ്യാപ്പ് വന്നിരുന്നു. പിന്നെ ഇപ്പോൾ ഈ മഴയും വെയിലും വരണം കേട്ടോ. അപ്പോഴാണ് കുറച്ച് ഫ്രഷിൽ കിട്ടുന്നത്. വെയിൽ മാത്രമായാലും ഞാനും റിച്ചൊക്കെ കഴിഞ്ഞ ആഴ്ച പോത്തിനെ മേക്കാൻ പോയ സമയത്ത് കറുപ്പുണ്ടായിട്ടൊക്കെ വെയിലുകൊണ്ട് ഇങ്ങോട്ട് എന്താ പറയുക ഒന്നിനും പറ്റാതായി. വെയിൽ മാത്രമായി കഴിഞ്ഞാൽ ഇതിന് പൊന്താൻ ബുദ്ധിമുട്ട്. അപ്പോൾ ഇടയ്ക്കൊരു മഴ, ഓവർ മഴ ആയി കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് കേടുവരും. വെയിലും മഴയും മാറി വരണം. ഇതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ വെള്ളരിക്കൊണ്ട് നല്ലൊരു വീഡിയോ ചെയ്തിരുന്നു. അത് നല്ല ഫ്രഷ് ആയിട്ട് കിട്ടിയത്. കുഞ്ഞാത്തൊക്കെ വീട്ടിൽ വന്ന സമയത്ത് തന്നെ അത് കിട്ടിയത്. പിന്നെ എല്ലാവരും പറിക്കാനുള്ളതുകൊണ്ട് പെട്ടെന്ന് പിന്നെ കുഞ്ഞാത്ത എന്താ രാവിലെ തന്നെ ചോദിച്ചിട്ട് മൊത്തം അടർത്തി എടുത്ത് ഞങ്ങൾ വീട്ടിൽ കൊടുത്തിട്ടാണ് നന്നാക്കിയത്. ഇത് പിന്നെ എന്താ പറയുക, ഇവിടെ തന്നെയാണ് ക്ലിയർ ചെയ്ത് പോയത്. പണി എളുപ്പമായി കിട്ടും. ഞങ്ങളതിൽ ഒരു മുറയേ ഉള്ളൂ. അപ്പോൾ ഓരോ കൂട്ടം കാണുമ്പോൾ മുറ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടും. അപ്പം എന്ത് ചെയ്യുക, നല്ല മത്തൻ്റെ ഞങ്ങൾക്ക് മത്തൻ്റെ വള്ളി കാണിച്ചു കൊടുക്കുക. നമ്മൾ ചെണ്ടുമല്ലിയുടെ ഇടയ്ക്ക് മത്തൻ്റെ ഒരു വള്ളി ഉണ്ടായിരുന്നു. അപ്പം അതിനെ പടുമുളച്ചതാണ്. പക്ഷെ നമ്മളത് കളഞ്ഞിട്ടില്ല. കറക്റ്റ് ഇങ്ങനെ പടർത്തി കൊണ്ടുവരുന്നുണ്ട്. അതിൻ്റെ ഒരു മത്തൻ്റെ അല്ലേ, ദിയൊക്കെ ഒരു മത്തൻ്റെ അല്ലേ, ഞാനൊരു മത്തൻ്റെ എടുക്കട്ടെ. വള്ളി അതിനെ ഇഷ്ടം പോലെ ഉണ്ട് മത്തൻ്റെ. അപ്പോൾ ഇവിടെയൊക്കെ ഇഷ്ടം പോലെ കൂന ഇതൊക്കെ. അപ്പം മുറ അങ്ങനെ നീക്കി കളിച്ചാൽ സംഭവം നടക്കൂല. നീ ഇവിടെ തന്നെ ഇറക്കിനേ. പിന്നെ ഞാനിതിപ്പോൾ കൂണിൻ്റെ വീഡിയോ ഇപ്പോൾ കുറേ ആയിട്ടിരുന്ന് കുറേ ആയി എന്ന് പറഞ്ഞാൽ കുറേ വീഡിയോസ് ഇടുന്നുണ്ട് കൂണിൻ്റെ. അപ്പം ഞാനെല്ലാവരും കൊതിപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇടുന്നൊന്നല്ല കേട്ടോ. അങ്ങനെ കാണുമ്പോൾ നിങ്ങളോട് കാണിച്ചതായിട്ട് അങ്ങനെ ഇട്ട് പോകുന്നതാണ്. അപ്പോൾ ഇതുപോലെ കൂൺ കിട്ടുന്ന കുറേ ആളുകളുണ്ടാവും. അപ്പോൾ എല്ലാവരും കമൻറ്റിലൂടെ ഒക്കെ അറിയിക്കുക കൂൺ കിട്ടിയാലും അതെങ്ങനെ വെക്കലെന്നൊക്കെ. എന്നാലും നമുക്കൊരു സന്തോഷമാണ്. നമുക്ക് മാത്രം ഇങ്ങനെ കിട്ടുന്ന പോലെ അല്ല, എല്ലാവർക്കും കിട്ടുന്നൊക്കെ ഉണ്ടാവും. വീഡിയോ കാണുന്നവരൊക്കെ അങ്ങനെയൊക്കെ കമൻറ്റിലൂടെ ഒക്കെ അറിയിക്കുന്നതല്ലാണ് കേട്ടോ. നമുക്കൊരു സന്തോഷമാണ് അങ്ങനെ എല്ലാവർക്കും കിട്ടുന്നുണ്ടല്ലോ എന്നുള്ളൊരു ഇതുണ്ടാവുമല്ലോ. ഇതിവിടെ മൊത്തം ഒരു ടോക്ക് ഉണ്ട്. ആഷിക്കിനകത്ത് ഫുള്ള് കൂൺ കിട്ടുന്ന ആഷിക്കുന്ന നമ്മളെ അടുത്തുള്ളവരൊക്കെ പറയുന്ന കേട്ടോ. അങ്ങനെയല്ല, ഞാൻ അത് കാണുന്നത് കിട്ടുന്നൊക്കെ വീഡിയോയിലൂടെ ഇങ്ങനെ കാണിക്കുന്നതുകൊണ്ടാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ല, വെള്ളക്കൂണ് ആഷിക്കിന് കിട്ടിയെന്ന് പറഞ്ഞാൽ പക്ഷേ ഞാൻ സമ്മതിക്കുന്നത് വെച്ചാൽ ഈ ഭാഗത്ത് ഇപ്രാവശ്യം വെള്ളക്കൂണ് കിട്ടൽ കുറവായിരുന്നു. എല്ലാവരും ടൗണിലൊക്കെ ചെല്ലുമ്പോൾ എല്ലാവരും പറയും ഇപ്രാവശ്യം കൂൺ ഭാഗ്യം എനക്കാണ്, വെള്ളക്കൂണ് കിട്ടിയ എനക്കാന്നൊക്കെ പറയുന്നുണ്ട്. അത് മൈൻഡ് ചെയ്യണ്ട. നമ്മള് ജോലി അങ്ങനത്തെ അല്ലേ. അതായത് നമ്മൾ പശുവിനായിട്ടും തോട്ടത്തിലൂടെ ഒക്കെ നടക്കുന്നതുകൊണ്ടാണ് ഞാൻ ചിലപ്പോൾ കൂണ് കാണുന്നത്.
തെരഞ്ഞു പോയ കൂൺ അങ്ങനെ കാണില്ല. അധികം ഞാൻ പറഞ്ഞില്ലേ, പോത്തിനെ മേക്കാൻ പോയപ്പോഴും കുരങ്ങിനെ ഓടിക്കാൻ പോകുമ്പോഴൊക്കെയാണ് നമ്മൾ കൂണ് കാണുന്നത്. തെരഞ്ഞു കൂൺ പോയിട്ട് ഇപ്രാവശ്യം എനിക്കും കൂണൊന്നും അങ്ങനെ കിട്ടിയില്ല. ഞാൻ പറയല്ലോ, കർക്കിടക മാസത്തിലൊക്കെ നമുക്ക് ഉണ്ടാകുന്ന സമയത്തൊക്കെ തെരഞ്ഞിട്ട് കൂൺ കിട്ടിയില്ല. നമുക്ക് കിട്ടിയത് എങ്ങനെ കർക്കിടക ലാസ്റ്റ് വെച്ചിട്ടാണ് വെള്ളക്കൂൺ കിട്ടിയത്. മിഥുനം ലാസ്റ്റ് മുതൽ നമ്മൾ തെരച്ചിൽ തുടങ്ങിയത്. ഞാൻ നിങ്ങളുടെ വീഡിയോ ഒക്കെ കാണിക്കാൻ വേണ്ടി കൂൺ തരാൻ പോയിട്ട് കൂൺ കിട്ടിയില്ല. പക്ഷെ പെട്ടെന്ന് ഓരോ പണികൾ എടുക്കുമ്പോഴും പോത്തിനേറ്റ് പോകുമ്പോൾ അങ്ങനെ കൂണ് കിട്ടലുണ്ട്. അവിടെയൊക്കെ ഉണ്ട്, അത് അങ്ങോട്ടും അവിടെയൊക്കെ ഉണ്ടല്ലോ വെച്ചു കൂന്. കൂണ് കണ്ടില്ല. ഇത് പറിച്ചിങ്ങനെ വരുമ്പോൾ ഓരോ സ്ഥലത്തും വേറെ വേറെ കാണുന്നുണ്ട്. ഞാൻ രാവിലെ കണ്ടപ്പോൾ ഇത്രയൊന്നും കൂന്, ഞാനത് കുറച്ച് കൂനുള്ളൂ എന്ന് ആദ്യമേ പറഞ്ഞത്. പക്ഷെ നമ്മളിപ്പോൾ ഇങ്ങനെ പറിച്ച് നന്നാക്കി വരുന്നതനുസരിച്ച് കൂൺ ഇഷ്ടം പോലെ ഉണ്ട്. ഞങ്ങൾ പറിക്കുന്നതിൽ സൂപ്പറായിട്ട് ഇതാ ബിയമോള് പറിക്കുന്നുണ്ട്. അപ്പോൾ കൈ മുറിയരുത് കേട്ടോ. അത് അവള് പറിക്കുന്നത് വേറെ തന്നെ വെച്ചതാണ്ട മത്തൻ്റെ ഇലയില്. അതുപോലെ മാത്രം അവൾക്ക് അധികം മൂർച്ചയില്ലാത്ത കത്തിയാണ്. എന്നാൽ അവള് കറക്റ്റ് പറിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എന്താ പറയുക, ഓടി പറിക്കുകയാണ്. ഒരു കൂട്ടത്തിൽ നിന്ന് കുറച്ച് പറിച്ചിട്ട് അടുത്ത കൂട്ടത്തിൽ പോവാണ്. ഇതാ ആണ്ടാ അങ്ങനെ സെറ്റ് ആയി പിടിച്ചിട്ട് പറിക്കുക. കയ്യൊന്നും മുറിക്കല്ലേ, കൂൺ പറിച്ചിട്ട് ലാസ്റ്റ് കൊച്ചിക്ക് കമന്റ് വരും കേട്ടോ, എന്നെ കൊണ്ട് കത്തിടിപ്പിച്ചെന്ന് പറഞ്ഞിട്ട്. സംഭവം കൊതുവിന്റെ കടി ഇല്ല കേട്ടോ, അതൊരു ഭാഗ്യം തന്നെ. അതുകൊണ്ടപ്പോ കുഞ്ഞോളൊക്കെ ഇറങ്ങിയിട്ടല്ലേ. കുഞ്ഞോളൊന്നും അങ്ങനെ കുറച്ച് കൊതുവിന്റെ കടിയാണ്, അവൾക്കൊക്കെ വേറെ റിയാക്ഷൻ വരും, നിറച്ച് പൊന്തും എല്ലാം കൊടുത്തു. അതുകൊണ്ട് കൊതുവില്ല. ഇനി കുറച്ചും കൂടെ ഉള്ളൂ, എന്നിട്ട് ബാക്കി എല്ലാ കൂണും കൂടെ കാണിച്ചു തരാം കേട്ടോ. അധികം ഒന്നും ഇല്ല, എന്നാലും പറഞ്ഞല്ലേ ഉള്ളത് പറിച്ചെടുക്കാൻ കുറച്ച് സമയം എടുക്കും. ഇവിടെ കുറച്ച് നല്ല കാൽനീട്ടുണ്ട്. നമുക്ക് ഇലന്റെ അടിയിലൊക്കെ ഇല ഇങ്ങനെ നീക്കുമ്പോഴേ കൂണ് കാണുന്നത്. ഇവിടെ ഉള്ളത് മുട്ടും എല്ലാം വിരിഞ്ഞോ ഇല്ലാത്ത കണ്ടീഷൻ, അധികം വിരിഞ്ഞ. പക്ഷെ അതുണ്ടാവും നല്ല കാല് ഹൈറ്റ് ഉണ്ട്. കാല് ഹൈറ്റ് ഉണ്ടാകുമ്പോൾ അരിക്കൂണ് പറിക്കാൻ നന്നാക്കി എടുക്കാനൊക്കെ എളുപ്പമുണ്ടോ, പെട്ടെന്ന് പരിപാടി ചെയ്യും. എൻ്റെ ഇല എടുക്കരുതാ, എൻ്റെ ഒരു ഇത് കാലിയല്ല കേട്ടോ, ആദ്യം ഉള്ളത് ഇട്ടതാ. ഇനി ബിയ ഇതിൽ ഇടൂല, ബിയ സെപ്പറേറ്റാ, ഓളെ കണക്ക് വേറെ. അത് ചെറിയ ചട്ടിയിൽ ബിയക്ക് മാത്രം കറി വെച്ചു തരും കേട്ടോ. ബിയമോളല്ല, കൂണിന്റെ ആള് ഐസുമോളേനു, അനിയന്റെ മോള്. ഐസിപ്പം അവരെ വീട്ടിൽ പോയതാ, ഐസുവിന്റെ ഉമ്മാന്റെ വീട്ടിൽ പോയതാണ്. ഐസുവിനല്ല എന്താ കൂന്, ഐസു നല്ല ഇഷ്ടാ കൂന്. ലീവാണ്, ഐസുവിനോട് വരാൻ പറയണം. 2 ദിവസം ഇപ്പോൾ ക്ലാസ് ഉണ്ടാവില്ലല്ലോ, വിളിച്ചു നോക്കാം. നീ വേഗം പറിക്കട്ടെ, എനിക്ക് അടുത്ത പണിയെടുക്കേണ്ട സമയമായി. എന്നാലും ഉമ്മ ഉണ്ടെങ്കിൽ ഇതൊന്നും അറിയണ്ട, അമ്മ അങ്ങനെ ഇരുന്ന് പറിച്ചോളും. അപ്പൊ നമുക്ക് ഇതാ ഇത്രയും കൂണ് കിട്ടിയിട്ടുണ്ട്. ബിയമോള് പറിച്ച് നമുക്ക് ഇതിക്ക് ഇടുക. അവള് പറിച്ചതാ വേറെ തന്നെ ഉണ്ട് കേട്ടോ, അതും കൂടെ ഇതിക്ക് കൊട്ടിയിട്ടെ. ഇപ്പൊ ഇതാ ഇത്രയും കൂനുണ്ട്. എനിക്ക് കുറച്ച് കുഞ്ഞുങ്ങൾ പറിക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് കറവിന്റെ സമയമായിട്ട് അങ്ങോട്ട് പോവാണ്. ഇത്രയുള്ള ഇന്നത്തെ വീഡിയോയില്. ഇനിയും കൂണൊക്കെ കാണുകയാണെങ്കിൽ അടുത്ത വീഡിയോ ആയിട്ട് വരാം. അപ്പൊ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. ഒരു ബൈ ബൈ എടുത്താലോ. ബൈ.